ക്രിക്ടോക്സ് ക്രമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ കൊന്നുകളഞ്ഞില്ലേ? അപ്പൊ ഈ മത്സരത്തിൽ ചില പ്രത്യേകതകളുണ്ട്. ഇന്നലെ ജയിച്ച കളിയിൽ IPL ഹിസ്റ്ററിയിൽ തന്നെ CSKയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വിന്നാണ് ഇന്നലെ രജിസ്റ്റർ ചെയ്തത്. അതേപോലെ തന്നെ മുംബൈയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലോസുമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്നലെ 103 റൺസിനാണ് CSK മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തിയത്. അതൊരു T20 ക്രിക്കറ്റിലെ മാസീവ് ഓണാണ്, ഒരു സംശയങ്ങളും വേണ്ട. ഇതിപ്പോ മുംബൈയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിഫീറ്റ് ആണ് IPL ഹിസ്റ്ററി തന്നെ ബൈ റൺസിൽ. അവരുടെ പ്രീവിയസ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിഫീറ്റ് എപ്പോ അറിയോ? 2013 രാജസ്ഥാൻ റോയൽസിന്റെ 87 റൺസ്. പിന്നെ ഈ മത്സരത്തിന് മുമ്പ് MIയുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിഫീറ്റ്, അതായത് അവരുടെ ഹോം ഗ്രൗണ്ട് ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിഫീറ്റ് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 39 റൺസ് ആയിരുന്നു അവരുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡിഫീറ്റ് ആയി പോയത് 2015. ഇപ്പൊ CSKയുടെ അവസ്ഥയിലേക്ക് വന്നാൽ CSK ഇന്നലെ അവരുടെ IPL തന്നെ ഏറ്റവും വലിയ വിജയം മാർജിനിൽ ജയിച്ചു. 100 റൺസിന്റെ പ്ലസ് മാർജിനാണ് അവർ ജയിച്ചത്. അവരിതിനു മുമ്പിൽ ഏറ്റവും വലിയ മാർജിൻ ജയിച്ചത് PBKസിനെതിരെ 2015. അന്ന് അവരെ കിങ്സ് ഇലവൻ പഞ്ചാബ് 97 റൺസിനാണ് അവരെ പരാജയപ്പെടുത്തിയത്. ഇപ്പോ റെക്കോർഡ് വിൻ ബൈ ബിഗ്ഗസ്റ്റ് വിൻ ഫോർ CSK IPL നോക്കിയാൽ ബൈ റൺസിൽ ഫസ്റ്റ് മുംബൈ ഇന്ത്യൻസിന് 103 ഇന്നലെ നടന്ന മത്സരം, PBKസിനെതിരെ 97 റൺസ്, ഡൽഹി ഡൈനാമോസിന് 93 2014 RCBക്കെതിരെ 2009 നടന്ന 92 റൺസ് വിജയം. ഇപ്പോ MI ടോട്ടൽ ഓൺ ടോസ്റ്റ്, അതായത് ലോവസ്റ്റ് അഗൈൻസ്റ്റ് CSK IPL ആണ്. CSK അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ചെറിയ ലോവസ്റ്റ് ടോട്ടലാണ് അവർ തന്നെ രജിസ്റ്റർ ചെയ്തത്. അവരുടെ ഇനി മുമ്പിലെ പ്രീവിയസ് ലോവസ്റ്റ് ടോട്ടൽ എന്ന് പറഞ്ഞാൽ 136 റൺസ് ആണ് ദുബായിൽ നടന്ന മത്സരത്തിൽ 2021. പിന്നെ അത് മാത്രമല്ല, അവരുടെ 104 റൺസ് നില ലോവസ്റ്റ് IPL ടോട്ടൽ സിൻസ് ആണ്. എപ്പോ 87 റൺസ് നമുക്കറിയാം. SRH 87 റൺസ് ഓൾ ഔട്ട് ആയിട്ടുണ്ട് ചേസ് ചെയ്യുമ്പോ. അപ്പോ അതിലേക്കായിരുന്ന പ്രീവിയസ് ടോട്ടൽ ഇതാണ്, ഇത് 104 റൺസ് നേരത്തെ. പിന്നെ ഇന്നലെ CSK ജയിക്കുമ്പോൾ 19 വിജയമായി മുംബൈക്കെതിരെ CSK ജയിക്കുന്നത്. 19ാം തവണയിൽ CSK മുംബൈനെ ബീറ്റ് ചെയ്യുന്നത്. അത് മോസ്റ്റ് ബൈ എനി ടീമാണ് മുംബൈക്കെതിരെ. ഒരു PBKസിനാണ് പാസ് ചെയ്തത്. PBKസ് മുംബൈയെ 18 തവണ തോൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ഹെഡ് ടു ഹെഡ് റെക്കോർഡിൽ മുംബൈ തന്നെയാണ് മുന്നിൽ. മുംബൈ 21 മത്സരം ജയിച്ചപ്പോൾ ചെന്നൈ 19 തവണയാണ് ജയിച്ചത്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്നറിയോ? കഴിഞ്ഞ ഒരു 9 കളി എടുത്താൽ അതിൽ 6 കളിയിൽ വിജയിച്ചത് ചെന്നൈ തന്നെയാണ്. 3 കളി മാത്രമാണ് മുംബൈ വിജയിച്ചത്. സഞ്ജു സാംസൺ ഇന്നലെ മുംബൈക്കെതിരെ സെഞ്ചുറി അടിച്ചത് IPL ഹിസ്റ്ററിയിൽ തന്നെ, CSKക്ക് വേണ്ടി ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു പ്ലെയർ മുംബൈക്കെതിരെ സെഞ്ചുറി അടിക്കുന്നത്. ഇതിനു മുമ്പ് CSKയുടെ ഹൈയസ്റ്റ് സ്കോർ രുദ്രാജ് ഗെയ്ക്വാദാണ് 88 റൺസ് 2021. പിന്നെ സാംസൺ ആണ് CSKയുടെ ഓൺലി ബാറ്റർ ടു സ്കോർ മൾട്ടിപ്പിൾ ഹൺഡ്രഡ്സ് ഇൻ IPL എഡിഷൻ. CSKയുടെ ആദ്യത്തെ ഒരു ബാറ്ററാണ്. ഒരു സീസണിൽ തന്നെ 2 100 ആദ്യ പ്ലെയർ ആയിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട്. ഷെയ്ൻ വാട്സൺ 2018 ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ പ്ലെയറാണ് സാംസൺ. ആദ്യം ഷെയ്ൻ വാട്സൺ ആയത് 2018. പിന്നെ മുരളി വിജയും രുദ്രാജ് ഗെയ്ക്വാദും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ മുംബൈയുടെ അവസ്ഥ നമ്മൾ പറഞ്ഞല്ലോ, മുംബൈ കുറച്ച് പരിതാപകരമാണ് ഈ സീസണിൽ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോ ഒരു കാര്യം കൂടി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട്. കാരണം എന്താണെന്ന് അറിയോ? MI became the first team to follow up a win by 90+ runs with a defeat by similar margins in the IPL. അവരുടെ മുമ്പത്തെ അങ്ങനെ 2099 റൺസ് GTക്കെതിരെയും RCBക്കെതിരെയും PBKസിനെതിരെയൊക്കെ ആയിരുന്നു. പിന്നെ ഇൻഡിവിജ്വൽ 100 സ്കോർഡ് അഗൈൻസ്റ്റ് MI in IPL are joint highest against a team alongside with കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആൻഡ് RCB എന്ന് കൂടി പറയുന്നുണ്ട്. ഇന്നലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വിക്കറ്റുകൾ വിളയാട്ടുന്ന കാഴ്ച കണ്ടില്ലേ സ്പിന്നേഴ്സ്? അത് മോസ്റ്റ് ബൈ ടീമായിരുന്നു, അല്ലാതെ മോസ്റ്റ് ബൈ IPL മാച്ച് ആയിരുന്നു വാങ്കഡെ സ്റ്റേഡിയത്തിൽ. ഒരു മാച്ചിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുക്കുന്ന സ്പിന്നർ എടുക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പൊ ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വീഡിയോസുമായി നമ്മൾ വീണ്ടും എത്താം.